കണ്ടിട്ടില്ല. തുടങ്ങി തുടങ്ങിയതിന്റെ റോളല്ല എന്നെങ്കിലും ഇല്ല കണ്ടസ്റ്റൻസ് ഒന്നും പുറത്തു വന്ന് തുടങ്ങിയിട്ടില്ല. തുടക്കത്തില് 7ന്റെ പണി എന്ന് പറയുമ്പോ കിടിലൻ പണിയായിരിക്കും. പ്രത്യേകിച്ചൊന്നും ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ല. നിലവിൽ ഓളം ഉണ്ടാക്കില്ല. ഒരു ദിവസം ആയിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടോ? ചേച്ചിന്റെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും കണ്ടില്ലയോ? ഞാൻ എന്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞു. രേണു ഉണ്ട്, അതുപോലെ അനു ഉണ്ട്, അങ്ങനെ 1-2 പേര് അറിയാവുന്നവർ ഇങ്ങനെ പറഞ്ഞു. അപ്പാനി ശരത്ത് ഉണ്ട്, കുറച്ച് ശരത്തേനുണ്ട്. ശരത്തേനെ കൂടെ വർക്ക് ചെയ്താണ് സിനിമയിൽ. അപ്പൊ ശരത്തേനുണ്ട്. ഗുഡ് ലക്ക് ടു ഓൾ ഓഫ് ദം. ആർക്കാ വോട്ട് ചെയ്യാൻ ഒരു നിലവിലത്തെ ഒരു ഫേവറേറ്റ്? ആരാണോ നന്നായിട്ട് കളിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യും അല്ലേ? പക്ഷപാതം ഇല്ലാത്ത വോട്ട് ചെയ്യും. ആഗ്രഹം ഞങ്ങളുടെ സീസണിൽ തന്നെ 75ാമത്തെ ദിവസം 50 കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക. അതുവരെ വിജയിക്കുന്നു വിചാരിച്ചവരൊക്കെ ഔട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടെന്ന് അറിയാം. ഇല്ലയോ? ഈ സീസണിന്റെ അവസാനം ഗസ്റ്റ് ആയിട്ട് വിളിക്കാമെങ്കിൽ പോവോ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എപ്പോഴും പറയും ബിഗ് ബോസിൽ എല്ലാവരും ഒന്ന് പോയി നിൽക്കണം. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. എല്ലാ ദിവസവും ഒരു 100 ദിവസം അല്ല, ഒരു 1-2 ദിവസമെങ്കിലും പോകാൻ പറ്റുക. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതെ, ഫോണില്ലാണ്ട് നമ്മൾ പഴയൊരു ശിലായുഗത്തിലേക്ക് പോവാണ്. ലയൺ ഏജ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കലണ്ടർ ഇല്ല, ഫോണില്ല, നമുക്ക് ദിവസങ്ങൾ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയണം. അപ്പോൾ ഡെഫിനറ്റ്ലി പോകും. ഓക്കെ, ഈ രേണുസുതി വന്നതിന്റെ ശേഷം അതിന് പിന്നാലെ പലരും പറയുന്നത് ഈ അലൻ ജോസ് പെരേരൊക്കെ വരണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് ആണല്ലേ? എന്നാലും നിങ്ങൾക്കൊരു ത്രില്ലുള്ളൂല്ലേ? അല്ല, പേഴ്സണലി എങ്ങനെ തോന്നി പെരേര വരുന്നതില്? പലരും പറഞ്ഞു എല്ലാരും വരട്ടെ അല്ലേ? എല്ലാരും നമുക്കറിയാലോ ഇവരൊക്കെ എന്താ ചെയ്യണേന്ന്. ഇത് പുറത്ത് കാണുന്ന പോലൊന്നുമല്ല. ഈ ഒരു ടാസ്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരിക്കും. നമ്മൾ പുറത്ത് കാണുന്നതൊന്നും അല്ല ബിഗ് ബോസ്. ഇവിടെ നിന്നിട്ട് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ചെയ്യണം കേട്ടോ, എങ്ങനെ ചെയ്യണം കേട്ടോ, അങ്ങനെ ചെയ്തൊന്നും നടക്കില്ല. ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതമായിരിക്കും. കുറച്ച് സ്വഭാവം നല്ലതാണെങ്കിൽ പുറത്തറിയണോട് കുഴപ്പമില്ല. ശരി എന്നാ.